ബീഹാർ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി തേടുന്നത്. BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ വിജയ് കുമാർ സിൻഹ ഉൾപ്പെടെയുള്ളവർ ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ എത്തി. സുരക്ഷ ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ജനൻ ടിവിയോട് വ്യക്തമാക്കി. അതേസമയം ആദ്യ 2 മണിക്കൂറിനുള്ളിൽ 13.13% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു ഇതൊരു ഭേദപ്പെട്ട പോളിംഗ് എന്ന് വിലയിരുത്തേണ്ടി വരും. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബക്തിയാർപൂരിൽ ആണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇവരുമായി ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ പട്നയിൽ നിന്ന് തത്സമയം ചേർന്നുണ്ട്. ജിഷ്ണുവിനൊപ്പം അല്പസമയം മുമ്പ് BJPയുടെ പ്രമുഖനായ നേതാവ് രവിശങ്കർ പ്രസാദ് പ്രതികരിച്ചിരുന്നു. ഒരു വികസനത്തിന് വേണ്ടി ബീഹാർ ജനത ശക്തമായി നിലകൊള്ളും എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അദ്ദേഹം ജിഷ്ണുമായി പങ്കുവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സ്വാഭാവികമായിട്ടും എങ്ങനെയുണ്ട്? ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 121 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടതും സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ബീഹാറിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഭവം എന്നുള്ളത്. മുൻപ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് ദിനത്തിൽ ബൂത്ത് പിടിച്ചെടുക്കലും അക്രമ സംഭവങ്ങളും വെടിവെപ്പും വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനത്ത് ഇന്ന് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിൽ, അതാണ് അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് പ്രതികരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. കേവലം വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം മാത്രമല്ല, അതൊരു ഉത്സവത്തിന്റെ പ്രതീതിയായിട്ടുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പട്ന, വൈശാലി, നളന്ദ, മുസഫറാപൂർ കൂടാതെ ഗോപാൽഗഞ്ച് തുടങ്ങി 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 9 മണിവരെ ആദ്യ 2 മണിക്കൂറിൽ 13% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആദ്യ മണിക്കൂറിൽ തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പട്നയിൽ ഇവിടെ വുമൻസ് കോളേജിൽ തയ്യാറാക്കിയിട്ടുള്ള പോളിംഗ് ബൂത്തിന് മുൻപിലാണ്. ആളുകളുടെ വോട്ട് ചെയ്യാനെത്തുന്ന, അത് സ്ലിപ്പ് വാങ്ങാനെത്തുന്ന ആളുകളുടെ നിര നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അല്പസമയങ്ങൾക്ക് മുൻപ് BJPയുടെ പ്രമുഖ നേതാവും MP-യുമായിട്ടുള്ള രവിശങ്കർ പ്രസാദ്, പട്ന മേഖലയിൽ MP കൂടിയായിട്ടുള്ള രവിശങ്കർ പ്രസാദ് എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ജനൻ ടിവിയോട് സംസാരിച്ചിരുന്നു. ചൂണ്ടിക്കാട്ടിയത് വികസനത്തിനൊപ്പം നിൽക്കും മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ NDA സഖ്യത്തിന് ഈ തവണ NDAക്കെതിരെ ഒരു വെല്ലുവിളിയും ഉയർത്താൻ സാധിക്കില്ല. കാരണം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, വികസനത്തിനൊപ്പം ജനങ്ങൾ നിൽക്കും എന്ന പ്രതികരണമാണ് രവിശങ്കർ പ്രസാദ് ജനൻ ടിവിയോട് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ വോട്ട് ആരംഭിച്ച് ഏകദേശം 4 മണിക്കൂർ പിന്നിടുന്നു. സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള പ്രചാരണം നിലനിന്നിരുന്നു. BJP, JDU, LJP നേതൃത്വം നൽകുന്ന NDA, ഒപ്പം തന്നെ കോൺഗ്രസും RJDയും ഇടതു പാർട്ടികളും ഉൾപ്പെടുന്ന NDA സഖ്യം, മഹാസഖ്യം എന്ന് വിശേഷിപ്പിക്കുന്ന മുന്നണികൾ, ഇരു മുന്നണികളും അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തി. അതിൽ തന്നെ രാഷ്ട്രീയപരമായി പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങൾ, അതിൽ 61 മണ്ഡലങ്ങൾ മഹാസഖ്യത്തിൻ്റെ NDA സഖ്യത്തിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അതിൽ കൂടുതൽ RJDയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അതിൽ വിള്ളൽ വീഴ്ത്തി കൊണ്ട് കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം BJP, JDU, NDA സഖ്യം നടത്തിയിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ, ബീഹാറിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, പട്ന ഉൾപ്പെടെയുള്ള മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ, ഗുണ്ടാരാജ് അവസാനിപ്പിക്കാനായത്, അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അതിശക്തമായ പ്രചാരണം നടത്തിയത്. അവസാന ലാപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തിക്കൊണ്ടുള്ള റോഡ് ഷോകൾ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ജനസഭ, ചിരാഗ് പാസ്വാന്റെ റോഡ് ഷോ, നിതീഷ് കുമാറിൻ്റെ റോഡ് ഷോ, അത്തരത്തിൽ അവസാന ഒരു 3 ദിവസം അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ ഒരു വമ്പൻ പ്രകടനത്തിലേക്ക് ഈ ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ളൊരു ജനങ്ങളെ കയ്യിലെടുക്കാനുള്ളൊരു പ്രചരണ രീതിയാണ് NDA ഉപയോഗിച്ചത്. അതുകൊണ്ട് വളരെ വ്യക്തമായ മേൽക്കൈ നേടാൻ NDAക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ശക്തമായ പ്രചരണം നടത്താൻ RJDക്കും സാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ RJD മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ആ NDA മുന്നണിയിൽ കോൺഗ്രസിനും CPM-നും അത്രയധികം ഉയരാൻ സാധിക്കില്ല എന്നും വിലയിരുത്തുന്നു. ഏതായാലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ 4 മണിക്കൂർ പിന്നിടുന്നു. സമാധാനപരമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ. ജനാധിപത്യത്തിന്റെ ഉത്സവമായി ബീഹാറിൽ ഈ വോട്ടെടുപ്പ് മാറുകയാണ്. ഒരു കാലത്ത് ജിഷ്ണു തന്നെ പറഞ്ഞതുപോലെ പൂത്തുപിടുത്തവും ജംഗിൾ രാജും ഒക്കെ കളമാടിയ ഈ RJD ഇറയിൽ നിന്ന് ബീഹാർ വികസനത്തിന്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ് എന്നത് വ്യക്തമാണ്.